ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൻ. കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം അവൻ കവിഞ്ഞൊഴുകും. പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിന്റെ വക്കത്ത് മുങ്ങിയപ്പോൾ മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിന്ന് സാരദാന് സമീപത്തുള്ള ആദാം പട്ടണത്തിനരികെ ബഹുദൂരത്തോളം ചിറ പോലെ പൊങ്ങി. അവൻ കൊയ്ത്ത് കാലത്തൊക്കെയും അവൻ യോർദാൻ തീരമെല്ലാം കവിഞ്ഞ് ഒഴുകും. നിന്റെ നന്മയെ തടുക്കുന്ന, അവൻ നിന്റെ നന്മകളെ ഇല്ലാതാക്കുന്ന, അവൻ ശത്രുവിന്റെ പദ്ധതികളെ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ഹല്ലേലൂയ. ഒരു കൊയ്ത്തിന്റെ അനുഭവത്തിലേക്ക് എത്തുമ്പോൾ എൻ്റെ കൊയ്ത്തുകളെ, എൻ്റെ നന്മകളെ, എൻ്റെ അനുഗ്രഹത്തെ തട്ടിമാറ്റുന്ന ഏതെങ്കിലും സംവിധാനം പൈശാചിക മണ്ഡലത്തിൽ നിന്ന് പുറപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഈ തുടക്ക സമയത്ത് പറയുക, നിന്റെ കൊയ്ത്തിനെ തകർത്തു കളയുന്ന ഇരുട്ടിന്റെ ആധിപത്യത്തെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഇന്ന് പകൽക്കാലം ഞാൻ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ നന്മകളെ തടുക്കുന്ന, ഇവിടെ ഇതാ അവൻ ഇസ്രായേൽ ജനം അവൻ വിതച്ച വിത്തിന്റെ ഫലം കൊയ്യുന്ന ആ ദിവസം അവർ വലിയ ഉത്സവത്തിന്റെ ഒരു വലിയ അനുഭവത്തിലായിരിക്കും. ആ കൊയ്ത്തിന്റെ തലേ ദിവസം അന്ന് വരെ ഇല്ലാത്ത യോർദാൻ മരണ യോർദാനായി മാറും. അതുപോലെ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിന്റെ കൊയ്ത്തിന്റെ സമയത്ത്, നിന്റെ അനുഗ്രഹത്തിന്റെ സമയത്ത്, നിന്റെ നന്മകൾ കൊണ്ട് നിന്നെ അലങ്കരിക്കുന്ന സമയത്ത് ഇതുപോലത്തെ ചില മരണയോർദാന്റെ അവസ്ഥകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ആമേൻ ഹാലയിലെ പെട്ടകം തലയിൽ വെച്ച പുരോഹിതന്മാർ യോർദാന്റെ നദിക്കരയിൽ കാൽ ചവിട്ടുമ്പോൾ മേൽവെള്ളത്തിന്റെ ഒഴുക്ക് ചിറ പോലെ നിന്നതുപോലെ ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, നിന്റെ കൊയ്ത്തിനെ ഇല്ലാതാക്കുന്ന, നിന്റെ നന്മകളെ ഇല്ലാതാക്കുന്ന, നിന്റെ ജീവിതത്തിന്റെ എല്ലാ സന്തോഷത്തെയും ഇല്ലാതാക്കുന്ന ഇരുട്ടിന്റെ പ്രവൃത്തികളെ ഇന്ന് പകൽക്കാലം നിന്റെ നാവ് കൊണ്ട് തന്നെ നീ വിളിച്ചു പറ. യേശുവിന്റെ നാമത്തിൽ എന്റെ നന്മകളെ തടുക്കുന്ന ഇരുട്ടിന്റെ പദ്ധതികളെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. ഇവിടെ ഇതാ കൊയ്ത്തുകാലത്തൊക്കെയും എന്ന് വെച്ചാൽ വിതയ്ക്കുമ്പോഴല്ല, ആ വിത്ത് മുളയ്ക്കുമ്പോഴല്ല, അത് അവൻ കൊയ്യുന്നതിന്റെ തലേ ദിവസം അന്ന് വരെ അവൻ ഉറങ്ങിക്കിടുന്ന നദി ഒരു മരണയോർദാനായി മാറുന്നു, ഒരു അവൻ താണ്ഡവമാടുന്ന നദിയായി മാറുന്നു. ഇതിന്റെ കരയില യഹൂദന്മാര് തങ്ങളുടെ കൃഷി അതിന്റെ കൊയ്ത്തിന് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നത്. ഈ നദി ഒഴുകുക മാത്രമല്ല, ഈ നദി ഈ കൃഷിയിടങ്ങളെയും ഈ കൊയ്ത്തുകളെയും ഇല്ലാതാക്കും. അതോടുകൂടി അവന്റെ നന്മകൾക്ക് ഒരു വിരാമമിടും. പക്ഷേ ഇവിടെ ഇതാ മഹാപുരോഹിതന്മാർ പെട്ടകം ചുമന്നുകൊണ്ട് അവൻ യോർദാന്റെ നദിക്കരയിൽ നിൽക്കുമ്പോൾ ഇന്നലകളുടെ മരണ യോർദാൻ അവർക്ക് അനുഗ്രഹത്തിന്റെ യോർദാനായി മാറുവാൻ ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിന്റെ കൊയ്ത്തിനെ ആർക്കും തടുക്കാൻ പറ്റത്തില്ല, നിന്റെ നന്മയെ ആർക്കും തടുക്കാൻ പറ്റത്തില്ല, നിന്റെ വഴികളെ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല, ഒരു മനുഷ്യർക്കും നിന്റെ നന്മയെ കെടുക്കാൻ പറ്റത്തില്ല. നിന്നെ വിളിച്ചത് ദൈവമാണ്, നിന്നെ നിർത്തിയിരിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിന് നിന്നെയും നിന്റെ ഓരോ പദ്ധതിയും വ്യക്തമായി തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ കൊയ്ത്തിനെ തടുക്കുന്ന സകല പ്രവൃത്തികളെയും അഴിച്ചു മാറ്റിയിട്ട് ദൈവത്തിന്റെ അനുഗ്രഹവും ദൈവിക കൊയ്ത്തും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും നിങ്ങളുടെ ശുശ്രൂഷയുടെയും മേഖലകളിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എത്ര പേർ ഇന്ന് പകൽക്കാലം ഇത് ഏറ്റെടുത്ത് ആമേൻ പറയും? എന്റെ കൊയ്ത്തിന്റെ സമയം അടുത്തിരിക്കുന്നു. ഒരു മരണ യോർദാനും എന്റെ കൊയ്ത്തിനെ ഇല്ലാതാക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ, തന്റെ ശുശ്രൂഷയിൽ വിശ്വസ്തയോട് ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ദൈവം ഒരു കൊയ്ത്ത് മാറ്റിവെച്ചിട്ടുണ്ട്. ആ കൊയ്ത്ത് ഇന്ന് പകൽക്കാലം എനിക്കും നിങ്ങൾക്കും ദൈവം തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. God bless you. Jesus loves you. God be with you.